ഇന്ന് നമുക്ക് ബർദമാൻ റോസിൻ്റെ ജീരകശാല റൈസ് കൊണ്ട് നല്ലൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഈ റൈസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്ചറും നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുത്തതിനകത്തോട്ട് നല്ല നൈസായിട്ട് അരിഞ്ഞ സവോള ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൂട്ടിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബർദമാൻ റൈസ് ഏകദേശം ഒരു 15 മിനിറ്റോളം സോക്ക് ചെയ്തെടുത്ത് വെക്കാം. ഇനി നമുക്ക് കുറച്ച് മസാലകളെല്ലാം കൂടെ നെയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് കോരി വെച്ച് സവോളയും കൂടെ നെയ്ക്കകത്തോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച റൈസ് നന്നായിട്ട് വെള്ളം വാർന്നത് ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റോളം കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റൈസാണ്. ഇനി നല്ല തിളച്ച വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കുറച്ച് നാരങ്ങയുടെ നീരോട് ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ റൈസിന് നല്ല ഫ്ലേവറും കിട്ടും. അതുപോലെ തന്നെ റൈസുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ അരിയൊക്കെ തിളച്ച് വരുമ്പോൾ നല്ല സ്മെല്ലാണ് നമ്മുടെ ബിരിയാണിക്ക്. ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് നെയ്ക്കകത്തോട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് ഓപ്ഷനിലാണ്. ഇങ്ങനെ ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൈസിന് നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പം നമ്മുടെ റൈസ് നല്ല വെന്ത് റെഡിയായിട്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച ക്യാരറ്റ് അത് കുറച്ച് നെയ്ക്കകത്താണ് നമ്മൾ വറുത്ത് കോരിയിരിക്കുന്നത്. ഇനി കുറച്ച് കാഷ്നട്ടും കിസ്മസും നെയ്ക്കകത്ത് വറുത്ത് കോരി എടുത്തതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിയില പുതിനയിലയൊക്കെ നമ്മൾ നന്നായിട്ട് ഈ റൈസിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എത്രയും അത് ചേർത്ത് കൊടുക്കുന്നു അതനുസരിച്ച് നമ്മുടെ റൈസിൻ്റെ ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബർദമാൻ റോസസ് റൈസിൻ്റെ ജീരകശാല റൈസ് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് റോസ് വാട്ടർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. റോസ് വാട്ടർ അല്ലെങ്കിൽ പൈനാപ്പിൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ഈ റൈസിനകത്തേക്ക് ചേർത്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് നല്ല റൈസിന് നല്ല എക്സ്ട്രാ ടേസ്റ്റും ഫ്ലേവറും കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഞാനിവിടെ ബീഫാണ് ഉണ്ടാക്കുന്നത്, ബീഫ് ബിരിയാണി. അപ്പം മസാല ഉണ്ടാക്കാം. സവോള നല്ല നൈസായിട്ട് അരിഞ്ഞത് ഒരു 6 സവോള എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് എണ്ണയുടെ കൂടെ കുറച്ച് നെയ്യോടെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള സ്പൈസസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്ന ഒരു 1/4 ഭാഗത്തോളം നമ്മുടെ മസാല ഉണ്ടാക്കുന്നതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 തക്കാളിക്കയും കൂടെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും കൂടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് നമ്മുടെ മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം. മല്ലിയിലയും പുതിനയിലയും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് പൈനാപ്പിളോട് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ നമ്മുടെ മസാലയ്ക്ക് നല്ല ഫ്ലേവർ കിട്ടും. ഇനി കുറച്ച് തൈര് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അധികം പുളിപ്പില്ലാത്തൊരു തൈര് 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല എല്ലാം റെഡിയായിട്ട് വന്നിരിക്കുന്നതിനകത്തേക്ക് 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വാരിയതും കൂടെ ഇട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത ബീഫ് റെഡിയായിട്ടിരിക്കുകയാണ് നമ്മുടെ മസാല. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഗീ റൈസ് കൂടി ഇതിനകത്ത് ഇട്ടതിന് ശേഷം നമുക്ക് ലെയറായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റോളം ദം ഇടേണ്ടതാണ്. ഞാൻ കുറച്ച് പൈനാപ്പിൾ പീസ് കട്ട് ചെയ്തതും അതുപോലെ തന്നെ നെയ്യും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും എല്ലാം കൂടി ഇതിനകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവോളയും കൂടി ഇതിനകത്തിട്ടിട്ട് ഒന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ സവോളയൊക്കെ ലെയർ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ്. അതുപോലെ മല്ലിയിലയും പുതിനയിലയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ദം ചെയ്തെടുക്കാം. നമുക്ക് എത്ര റൈസ് ഉണ്ടോ അതനുസരിച്ച് നമുക്കൊരു 3 ലെയർ 4 ലെയറായിട്ട് ദം ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നെയ്യുടെ കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കാതെ ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുക്കാമെങ്കിൽ നമ്മുടെ ബിരിയാണിയുടെ ടെക്സ്ചറും നല്ലതായിരിക്കും, അതുപോലെ ടേസ്റ്റും നല്ലതായിരിക്കും. ഇനി ദം ചെയ്യാനായിട്ട് ബിരിയാണിയുടെ പോട്ടിൻ്റെ സൈഡിലേക്ക് ഞാൻ മാവ് നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് എയർ ടൈറ്റായിട്ട് നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മൾ ദം തുറക്കുമ്പോഴത്തേക്ക് നല്ല ബിരിയാണിയുടെ ഫ്ലേവറും എല്ലാം നമുക്ക് നന്നായിട്ട് കിട്ടും. ഇങ്ങനെ മാവൊന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം ഒരു സിമ്മിലിട്ട് നമുക്കൊരു 20 മിനിറ്റ്സോളം ദം ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ബിരിയാണി എല്ലാം കൂടി നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് സമയത്തോളം കഴിഞ്ഞു. കണ്ടില്ലേ, ഓപ്പൺ ആക്കുമ്പോഴേ അറിയാം നല്ലതായിട്ട് മസാലകളൊക്കെ നന്നായിട്ട് നല്ല ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ബിരിയാണിക്ക്. റൈസും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടെസ്റ്ററിൽ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ജീരകശാല ബർദമാൻ റൈസ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഫ്ലേവറായിട്ടും നല്ലൊരു ബിരിയാണി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.